എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദൻ ഗീതു സ്വപ്നം കാണുമായിരുന്നു. അപ്പൊ ഗോവിന്ദ് സ്വപ്നം കാണുന്ന താനും ഗീതു നല്ല പ്രായമായി കഴിഞ്ഞതിന് ശേഷം ഒന്നിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പ്രണയിനികളെ പോലെ ഇപ്പോഴും തുടരുന്ന അവര് അങ്ങനെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് കുളത്തിൽ പോയി ദീപം തെളിക്കുവാണ്. അപ്പൊ ദീപം ഒഴുക്കി വിടണം കുളത്തിൽ കൂടെ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പടിക്കെട്ടൊക്കെ ഇറങ്ങി താഴേക്ക് ചെല്ലുവാണ്. അങ്ങനെ താഴേക്ക് ചെന്ന് ദീപം ഒഴുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഗോവിന്ദൻ ഗീതയോട് പറഞ്ഞു, എന്നാലും ഇത്രയും കാലമായിട്ട് നമുക്ക് ഒന്നിക്കാൻ പറ്റില്ലോ എന്ന് പറയണം. ഗീത പറഞ്ഞു, ശരിയാ, എത്രയോ കാലമായി നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നേ, ഈ ദീപം ഒഴിക്കാനെങ്കിലും നമുക്ക് ഒന്നിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത്. രണ്ടുപേരും നല്ല പ്രായമായി. അങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയെ വടിയൊക്കെ കുത്തിപ്പിടിച്ചാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് പോകുന്നത്. ഈ സമയത്താണ് വരുണിന്റെ അതോടെ രഞ്ജുവിന്റെ അവരുടെയൊക്കെ പിള്ളേർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പ്രിയയുടെ ഒക്കെ കുട്ടികൾ അങ്ങോട്ട് ഓടി ഇറങ്ങി വരുവാണ്. എന്നിട്ട് പറഞ്ഞു, ആഹാ, രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുമായിരുന്നോ, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയം ഗീത പറഞ്ഞു, വീട് ഞങ്ങൾ ഈ ദീപം ഒന്ന് ഒഴിക്കോട്ടെ എന്ന് പറയണം. പിന്നെ ദീപം ഒഴിക്കു പോലും ദേ മുത്തശ്ശി പറഞ്ഞില്ലായിരുന്നു, ഇപ്പൊ ഞങ്ങൾ ഒന്നും അറിയത്തില്ലായിരുന്നു പറയണം. നോക്കിക്കഴിഞ്ഞപ്പോ രാധികാമ്മ അവിടെ മോള് നിൽക്കുന്നു. ദേ രണ്ടെണ്ണത്തിനും കൂടെ കയറ്റിക്കൊണ്ട് പോവാ. വല്ല ഭാഗവതോ രാമായണോ എന്തേലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടില്ലേ ഓരോ പണികളൊക്കെ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നേ, കയറ്റിക്കൊണ്ട് വരാൻ പറയണം. അങ്ങനെ രണ്ടുപേരുടെ കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോവാ. ഈ സമയം കയ്യിൽ നിന്ന് ദീപമൊക്കെ അങ്ങോട്ട് തെറിച്ചു പോയി. ഗോവിന്ദ് പറഞ്ഞു, ഒന്നാവാനുള്ള നമ്മുടെ ആ ആഗ്രഹം നമ്മുടെ സഫലമായില്ലോ, അത് നശിച്ചു പോയില്ലോ എന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദ് കണ്ണു തുറന്നു. അയ്യോ, സ്വപ്നമായിരുന്നു താൻ കണ്ടത്. ഈ സമയം ഗീതും കണ്ണു തുറക്കുകയാണ്. ഗീതുവിന് മനസ്സിലായി സ്വപ്നമോ കണ്ടേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കിളവനും കിളവയായ പോലും രണ്ടുപേരും ഒന്നിക്കുമെന്ന് തോന്നില്ല. എന്തേലും ഒരു വഴി കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. പെട്ടെന്നാണ് ഗീതുവിന്റെ മനസ്സിലേക്ക് ആ ഒരു ഓർമ്മ വന്നേ. ഇന്നലെ വൈകുന്നേരം ഗോവിന്ദനുമായിട്ട് താൻ പറഞ്ഞൊപ്പിച്ച കാര്യങ്ങളൊക്കെ, ചെറിയ പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ പുറത്ത് നിന്നിട്ട്. അപ്പൊ ആ പ്ലാൻ അങ്ങോട്ട് വർക്കാക്കാം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഗീതു അവിടെ കിടക്കുക, ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല. ഈ സമയം പ്രിയ രാവിലെ എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങുവാണ്. പെട്ടെന്ന് പ്രിയയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. അതെ, പോവല്ല കണ്ണേട്ട, പോവല്ല, ഇവിടെ കിടക്കാൻ പറയണം. കണ്ണേട്ടനാ? എന്താ എന്താ എന്ന് ചോദിച്ചു. പോവല്ലേ, കുറച്ചു നേരം കൂടെ കിടക്കുക, എന്താ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് വലിക്കുക. പ്രിയയ്ക്ക് തോന്നി ഇത് പന്തിയേടാവുന്നു. പെട്ടെന്ന് പ്രിയ പറഞ്ഞു, ഗീതു ചേച്ചി, ഇത് ഞാനാ പ്രിയാന്ന് പറയണം. പക്ഷെ ഗീതു എന്ത് ചെയ്യാണ്, ഒന്നും മൈൻഡ് ചെയ്യാതെ ഗീതു പ്രിയയുടെ കയ്യെന്ന് വിട്ടിട്ട് പുതപ്പ് മൂടി വീണ്ടും കിടന്നുറങ്ങണം. ഓഹോ, അപ്പൊ ഗീതു ചേച്ചിക്ക് ഇത്ര ഇഷ്ടമുണ്ടായിരുന്നു ഗോവിന്ദേട്ടനോട്. അപ്പൊ അതാണ് കാര്യം. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നീട് നേരെ പ്രിയ അടുക്കളയിലേക്ക് ചെല്ലുക. ഈ സമയം രേഖയും രഞ്ജുവും കൂടെ ഉണ്ടായിരുന്നു അടുക്കളയിൽ. പ്രിയയുടെ രേഖ എന്താ ചായ എടുത്ത് കുടിക്കും മോളെന്ന് പറയണ്ട. അങ്ങനെ ചായ എടുത്ത് കൊടുത്തു. അപ്പൊ പ്രിയ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രേഖ ചോദിച്ചു, എന്തിനാ അവരെ രണ്ടുപേരും ഇങ്ങനെ വേറെ വേറെ മുറി കിടത്തുന്നത്, അതിന്റെ വല്ല കാര്യമുണ്ട് പ്രിയ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും പ്രിയ പറഞ്ഞു, അത് എനിക്ക് വേണ്ടിയിട്ടല്ലോ, അവർ രണ്ടുപേരും കൂടെ ഒന്നാകാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുക. അതെ, അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. നമ്മുടെ മുന്നിൽ പരസ്പരം അവനിങ്ങനെ അഭിനയിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ഇപ്പോഴും ഇഷ്ടമാന്ന് പറയാം. പെട്ടെന്ന് പ്രിയ പറഞ്ഞു, ശരിയാ, എനിക്കും അത് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടെന്ന് പറയണേ. എന്ത് കാര്യം കണ്ടെന്ന്? ഗീത ചേച്ചി പഴയ പോലെ ഒന്നുമല്ല. ഗോവിന്ദനോട് ഭയങ്കര ഇഷ്ടമാണ് ഗീത ചേച്ചിക്ക് എന്ന് പറയാം. തിരിച്ച് ഗോവിന്ദനും അങ്ങനെ ആവാനാണ് ചാൻസ് എന്ന് പറയാം. ഇത് കേട്ടൻ രഞ്ജു പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവർ തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം. ഇത് കേട്ടതും പ്രിയ പറഞ്ഞു, വേണ്ട വേണ്ട, നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് ഗീതു അങ്ങോട്ട് അടുക്കളയിലേക്ക് വരുന്നേ. ഗീതുവിനെ കണ്ടതും പ്രിയ പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യും, ഗോവിന്ദനും കൊണ്ട് ചായ കൊടുക്ക് ഗീത ചേച്ചി എന്ന് പറയാം. ഇത് കേട്ടൻ ഗീതു പറഞ്ഞു, ഞാനെന്തിനാ ഗോവിന്ദന് ചായ കൊണ്ടേ കൊടുക്കണ്ടേ, മര്യാദയ്ക്ക് നീ വേണേ കൊണ്ട് കൊടുത്താൽ മതി, ഞാനും കൂടെ ആ മുറിയിലേക്ക് പോകുന്നില്ലെന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് പ്രിയ എന്ത് ചെയ്യുവാണ്, പ്രിയ നേരെ ചായയൊക്കെ ആയിട്ട് ഗോവിന്ദന് മുറിയിലേക്ക് പോവാ. ഈ സമയം ഗോവിന്ദനെ ഫോൺ വിളിച്ചു ഗീതു. അതെ, ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്, ഇനി ഗോവിന്ദേട്ടൻ വേണം ബാക്കി ചെയ്യാനായിട്ട്. ഇപ്പൊ പ്രിയ മുറിയിലേക്ക് ചായയായിട്ട് കടന്നു വരും, പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാലോ എന്ന് പറയണം. ഓക്കെ ശരിയെന്ന് പറയണം. അങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത മട്ടി ഗോവിന്ദ് കിടക്കുവാണ്. ഈ സമയം പ്രിയ മുറിയിലേക്ക് കയറി വന്നു. അങ്ങനെ ഗോവിന്ദേട്ടനെ വിളിച്ചു കഴിയുമ്പത്തിന് ഗോവിന്ദ് കണ്ണുറക്കാതെ പറഞ്ഞു, അതെ, ചായയല്ലേ അവിടെ വെച്ചേക്ക്, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം. ഇങ്ങോട്ട് വരാൻ പറയാൻ മാത്രമല്ല, ആ കയ്യെ പിടിച്ച് ദേഹത്തേക്ക് വലിച്ചിടാനും നോക്കി. ദേ ഇങ്ങോട്ട് വാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇപ്പോഴെഴുന്നേറ്റ് പോകണ്ടാന്ന്. എന്നിട്ടോ പറഞ്ഞത് വല്ലതും കേട്ടോ? എഴുന്നേറ്റ് രാവിലെ എന്നെ പോയിരിക്കുന്നു, കുറച്ച് സമയം കൂടെ കിടന്നിട്ട് എഴുന്നേറ്റാൽ മതി, ഇങ്ങോട്ട് വരാനും പറഞ്ഞ് ആ കയ്യേൽ അങ്ങോട്ട് പിടിച്ച് വലിച്ച് ഇടാൻ തുടങ്ങുക. പെട്ടെന്ന്, അയ്യോ ഗോവിന്ദേട്ടാ, ഇത് ഞാനാ പ്രിയ എന്ന് പറയണേ. പ്രിയമോളോ, നീയോ? ഓ, നശിപ്പിച്ചു, നിനക്കൊരു വാക്ക് പറയാൻ മേലായിരുന്നോ നീയാന്ന്. ഞാൻ കരുതി ഗീത് വന്ന് ചമ്മീലോന്നോർത്ത് ഗോവിന്ദ് ഒരു ചമ്പൽ നാടകമൊക്കെ ഇങ്ങോട്ട് അഭിനയിക്കുവേണം.
ഈ സമയത്ത് ഗീതു ഓടി അലച്ച് അങ്ങോട്ട് വന്നു. അയ്യോ പ്രിയമോളെ ഒന്നും സംഭവിച്ചില്ല അല്ലേന്ന് ചോദിക്കണേ. എന്ത്? അയ്യോ ഞാൻ ആ കാര്യം പറഞ്ഞാൽ മറന്നുപോയായിരുന്നു. രാവിലെ ചായ കൊണ്ടേ കൊടുക്കുന്ന സമയത്ത് ഗോവിന്ദനെ കയ്യെ പിടിച്ച് വലിച്ച് നെഞ്ചത്തേക്ക് ഇടും. ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഞാൻ ആ കാര്യം ഓർത്തെ. ഓർക്കപ്പിച്ചോടെയല്ലേ അങ്ങനെ ചെയ്യുന്നേ. ദൈവമേ, ഇനി പ്രിയമോളെ അങ്ങനെ കയ്യെ പിടിച്ച് വലിച്ച് നെഞ്ചത്തേക്ക് ഇട്ടായിരുന്നെങ്കിൽ ഉടനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുകൊണ്ട് വന്നേനെ. അതോർത്ത് കഴിഞ്ഞ് ഞാൻ ഓടി അലച്ച് വന്നാന്ന് പറയാ. ഇത് കേട്ടതും പ്രിയയുടെ മുഖത്തൊരു ചിരിയുണ്ടായി. പ്രിയ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് പ്രിയ പറഞ്ഞു, ഈ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗീത് ഗോവിന്ദനോട് പറഞ്ഞു, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, നമ്മുടെ അഭിനയം കൊള്ളാല്ലേന്ന് ചോദിക്കണം. പിന്നെ ആണോന്നോ, ആരൊക്കെയാ അഭിനയിക്കുന്നത്? നമ്മൾ രണ്ടുപേരും അല്ലേ, പിന്നെ മോശമാവാൻ വഴിയില്ലെന്ന് പറയാം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും പ്രിയമോള് നമ്മളെ രണ്ടുപേരെ ഒരു മുറിയിൽ തന്നെ കടത്താൻ ചാൻസ് ഉണ്ട്. ഇത് മിക്കവാറും രാധികാമ്മയോട് പോയി പറയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പോയി നോക്കാന്ന് പറയണം. ഗീത പറഞ്ഞു, ഇനിയിപ്പം നമ്മള് ഹണിമൂണിന് വേണ്ടി ഒരിടത്തും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു മുറിയിലായിരിക്കും നമ്മൾ ആദ്യ രാത്രി ആഘോഷിക്കാൻ പോണേന്ന് പറയാം. അങ്ങനെ സന്തോഷമായ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുവാണ്. പിന്നീട് പ്രിയ എന്ത് ചെയ്യാനാ പോയെന്ന് നോക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം പ്രിയ നേരെ രാധികാമ്മയുടെ അടുത്തേക്കാണ് പോയത്. അവിടെ കാഞ്ചന ഉണ്ടായിരുന്നു. അപ്പൊ രാധികാമ്മ ഭയങ്കര ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. രാധികാമ്മയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതേ ഇനി അവരെ രണ്ടുപേരും ഇങ്ങനെ വേറെ വേറെ മുറി കിടത്തിയെന്നുള്ള അർത്ഥമില്ല മേന്ന് പറയണം. ആരെ? അല്ല ഗീത ചേച്ചിയുടെയും ഗോവിന്ദേണ്ണ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല അത് പിന്നെ ഉണ്ടല്ലോ, അവർ നമുക്ക് പണ്ടത്തെ പോലെ ഒന്നും അല്ല, ഇപ്പൊ നല്ല അടുപ്പത്തിലാന്ന് പറയണം. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? പിന്നെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമല്ലേ, പിന്നെ ആരെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. അത് പ്രിയേ, അതൊക്കെ വെറുതെ നിന്റെ ഒരു തോന്നല് മാത്രമെന്ന് പറയാ. തോന്നല്? എന്ത് തോന്നല്? പിന്നെ നമ്മൾ ഇനി ചെയ്യുന്ന തെറ്റാമ്മേ, എനിക്ക് മനസ്സിലായി. ഞാൻ ഗോവിന്ദന്റെ മുറിയിലേക്ക് ചായം കൊണ്ട് എന്ന് കഴിഞ്ഞപ്പോ ഗീത ചേച്ചിയാന്ന് കരുതിയിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂടാൻ തുടങ്ങിയെന്നറിയാവോ? പെട്ടെന്ന് രാധിക പറഞ്ഞു, എടി മണ്ടി, അത് നിന്നെ പറ്റിക്കാന്നാന്ന് പറയാ. പിന്നെ പറ്റിക്കുന്നൊന്നുമല്ല, അതുപോലെ തന്നെ ഇഷ്ടമാ ഗീത ചേച്ചിക്കും. അവരുടെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. അല്ലെങ്കിലും സ്നേഹിക്കുന്ന മനസ്സുകളെ തമ്മിൽ എന്തിനാ രാധികമ്മേ ഇനി ഇങ്ങനെ വേറെ വേറെ ആക്കിയണ്ട? അതിന്റെ കാര്യമില്ല. അവർ രണ്ടുപേരും ഒന്നാവട്ടെ. അവർക്ക് രണ്ടുപേർക്കും അടുത്തടുത്ത് കിടക്കണ ഇഷ്ടമെങ്കിൽ അവർ ഇന്നു മുതൽ ഒരുമിച്ച് കിടക്കട്ടെ എന്ന് പറയാം. പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, അതൊക്കെ നിന്റെ വെറും തോന്നലല്ലേ. അവർ രണ്ടുപേരും വിദഗ്ധമായിട്ട് നിന്നെ പറ്റിച്ചോണ്ടിരിക്കുമെന്ന് പറയണം. പറ്റിച്ചോണ്ടിരിക്കുന്നേ എന്നെയോ? ഈ വീഡിയോ ഒന്ന് കാണാനും പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങോട്ട് കൊടുക്കുകയാണ് ഫോണിനകത്തുനിന്ന്. കാരണം കാഞ്ചന ഗീതവും ഗോവിന്ദനും തമ്മിൽ തലേദിവസം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഗീതവും ഗോവിന്ദും ആ കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല. കാരണം പിറ്റേ ദിവസം പ്രിയക്കായിട്ട് എങ്ങനെ പണി കൊടുക്കണം, രണ്ടുപേരും ഒന്നിച്ച് കഴിയണമെങ്കിൽ ചെറിയ പണി കൊടുത്തേ മതിയാകുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നാടകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലാന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴീ കാണിച്ചു കൂട്ടിയെന്നൊക്കെ തെളിയിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരുന്നു അത്. അങ്ങനെ വീഡിയോസ് കാണുവാണ് പ്രിയ. ഈ വീഡിയോസ് കണ്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ രണ്ടുപേരും കൂടെ തന്നെ വഞ്ചിക്കുമായിരുന്നു, സ്നേഹം അഭിനയിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ സ്നേഹത്തിലല്ല. ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ രാധികമ്മ വെച്ച്, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ സത്യമില്ലേന്ന് ചോദിക്കും. ഇതൊക്കെ വെറും അവരുടെ അഭിനയം മാത്രമാണെന്ന് പറയണം. അപ്പോഴാണ് തുള്ളിക്കളിച്ചോണ്ട് ഗീതവും ഗോവിന്ദും കൂടെ അങ്ങോട്ട് വരുന്നത്. ഈ സമയം പ്രിയ രൂക്ഷമായിട്ട് അവരെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.